നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ ലയണൽ മെസ്സി കളിക്ക് മുമ്പ് നടത്തിയ പെപ് ടോക്കിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പോഴും പല ആളുകളും ഇതുമായി ബന്ധപ്പെട്ട് വലിയ രൂപത്തിൽ കോൺസ്പിറസി തിയറികൾ പ്രചരിപ്പിക്കുന്നുണ്ട്. സ്കലോനി തന്നെ അതിനെ തള്ളിപ്പറയുന്നത് നമ്മൾ കണ്ടു കേട്ടു. അതുപോലെ എത്ര എത്ര ഡയറക്റ്റ് മെസ്സേജുകളാണ്, DM ആണ് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഈ വിഷയത്തെക്കുറിച്ചൊക്കെ വന്നുകൊണ്ടേയിരിക്കുന്നത്. ആളുകൾക്ക് ഇങ്ങനെ കോൺസ്പിറസി തിയറികൾ, അതിൻ്റെ യാഥാർത്ഥ്യമെന്ത് മറ്റതെന്ത് എന്നൊക്കെ ചെയ്യാനൊരു താല്പര്യം സ്വാഭാവികമായിട്ടുണ്ടാകും. പക്ഷേ എന്ത് തെളിവ്, അതാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പോഴിതാ TYC സ്പോർട്സ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലയണൽ മെസ്സിയുടെ ആ പെപ് ടോക്കിൻ്റെ ഫുൾ സീക്വൻസ് പുറത്തുവിട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് അദ്ദേഹം സംസാരിച്ചത്, അദ്ദേഹം സംസാരിച്ചതിൻ്റെ തുടർന്ന് മറ്റ് താരങ്ങൾ എമിലിയാനോ മാർട്ടീനസും മറ്റ് താരങ്ങളും ക്യൂട്ടി റൊമേറോയും ഒക്കെ എന്ത് സംസാരിച്ചു, ഈ വിവരങ്ങൾ അവർ പുറത്തു വിടുന്നുണ്ട്. നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ഇത് നമുക്ക് മാർഗമുള്ളൂ. ഇവിടെ ഇങ്ങനെ നമുക്ക് ഓരോരുത്തർ ഡി വരി അത് പറഞ്ഞു, അഗ്യൂർ ഇത് പറഞ്ഞു എന്ന് സോഴ്സുകളൊന്നും കൃത്യമായി കൊടുക്കാതെ ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന നമുക്ക് നോക്കാൻ പറ്റില്ല. നമുക്ക് എടുക്കാൻ പറ്റുന്നത് അർജൻറ്റീനയിലെ പ്രധാന മാധ്യമങ്ങൾ എന്ത് പറയുന്നു, അതേ മാർഗമുള്ളൂ. അല്ലാതെ എന്തെങ്കിലും വെറുതെ ഡി വരിയുടെ ഫോട്ടോ വെച്ച് ഡി വരി ഇത് അങ്ങനെ പറഞ്ഞു, അഗ്യൂർ ഇത് അങ്ങനെ പറഞ്ഞു, മെസ്സി എന്നോട് ഞാനും സ്കലോനിയും തമ്മിൽ തെറ്റിയിരുന്നു എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതിന് എന്നാൽ പിന്നെ അങ്ങനെ നമ്മുടെ അഗ്യൂറ പറഞ്ഞതിൻ്റെ ഫുൾ വീഡിയോ ഇട്, എന്നാലും ഓക്കെ. അതൊന്നും ഇല്ലാതെ ഒരു സോഴ്സും ഇല്ല, ക്രെഡിബിൾ സോഴ്സും ഇല്ലാതെ നമുക്ക് പറയാൻ പറ്റില്ല. ഏതായാലും മെസ്സിയുടെ പെപ് ടോക്കിൻ്റെ മുഴുവൻ കാര്യങ്ങളും എന്താണ് അദ്ദേഹം പറഞ്ഞത് എന്നുള്ളതൊക്കെ TYC സ്പോർട്സ് ഒരിക്കൽ കൂടി പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഇത് പ്രസിദ്ധീകരിക്കാനുള്ള കാരണം ഇത് തന്നെയാണ്. ഇത് വ്യാപകമായിട്ട് ഇത്തരത്തിൽ പ്രചരിക്കുന്നത്. അത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല എന്നർത്ഥം. അതുകൊണ്ടാണല്ലോ നല്ല സ്കലോനിയോട് തന്നെ ആ ചോദ്യങ്ങൾ വന്നത്. ഇപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫ്രേസാണ്, ആ ഒരു പറഞ്ഞ വാക്കാണ് വലിയ രൂപത്തിൽ ഇങ്ങനെ ചർച്ചയ്ക്ക് നിദാനമായത്. അതായത് ലെറ്റ്സ് ഫോർഗെറ്റ് എവറിത്തിങ്, നമുക്കെല്ലാം മറക്കാം എന്നിട്ട് കളിക്കാം എന്ന് പറഞ്ഞല്ലോ മെസ്സി. അതാണല്ലോ വലിയ വിഷയം. എന്താണ് അദ്ദേഹം പറഞ്ഞത്, ആ സീക്വൻസ് നോക്കാം. മെസ്സി പറയുന്നു, കമോൺ ഗൈസ്, കാം ഡൗൺ, എവരി വൺ കാം ഡൗൺ, എല്ലാവരും ശാന്തരാവ് കളിക്കാൻ പോവാണ്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ലെറ്റ്സ് സ്റ്റേ കാം ഗൈസ്, നമ്മൾ ശാന്തരായിട്ട് നിൽക്കണം. ലെറ്റ്സ് സ്റ്റേ കാം ഡൗൺ, ലെറ്റ്സ് ജസ്റ്റ് ഫോക്കസ് ഓൺ പ്ലേയിങ്. ഓക്കെ, നമുക്ക് കളിയിൽ മാത്രം ശ്രദ്ധിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. കാം ഡൗൺ, ലെറ്റ്സ് ഫോർഗെറ്റ് അബൌട്ട് എവറിത്തിങ്, എല്ലാത്തിനെയും കുറിച്ച് നമുക്ക് മറക്കാം. ലെറ്റ്സ് ഫോർഗെറ്റ് അബൌട്ട് എവറിത്തിങ്, ലെറ്റ്സ് ജസ്റ്റ് പ്ലേ. മെസ്സി പറയുകയാണ്, നമുക്ക് കളിക്കാം. ലെറ്റ്സ് ജസ്റ്റ് ഫോക്കസ് ഓൺ പ്ലേയിങ്, എവറി വൺ ഓൺ പ്ലേയിങ്, കമോൺ എന്നാണ് മെസ്സി പറഞ്ഞത്. അപ്പോൾ ഇതായിരുന്നു ആ വാക്കുകൾ. അപ്പോൾ ഇത് എന്താണ് ഈ മറക്കാൻ പറയുന്നത് എന്നുള്ളതാണ് ചോദ്യം. സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട മത്സരത്തിന് ഇറങ്ങുമ്പോൾ മറ്റെല്ലാം മറന്ന് നമുക്ക് പോരാടാം എന്ന് പറഞ്ഞു എന്ന രൂപത്തിൽ എടുക്കേണ്ടതേ ഉള്ളൂ. അതല്ല, ഇതിനു മുമ്പ് എന്തോ നടന്നിട്ടുണ്ട്, അതൊക്കെ മറക്കാൻ പറഞ്ഞതാണ് എന്നാണ് കരുതുന്നെങ്കിൽ അങ്ങനെ കരുതാം. അതുമാത്രമേ അതിന് വഴിയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇത് മറിച്ചാണ് എന്ന് സ്കലോനിയോ മെസ്സിയോ ഒക്കെ വന്ന് പറയണം. വേണ്ട, അർജൻറ്റീന ടീമിലെ ഏതെങ്കിലും ഒരു താരം വന്ന് പറയണം. അങ്ങനെ ഇല്ലാത്തിടത്തോളം കാലം ഒരു തെളിവില്ലാതെ കുറേ കോൺസ്പിറസി പരത്തുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ പാടെ അവിടെ എമിലിയാനോ മാർട്ടിനസ് ഉണ്ട്. അപ്പം ക്രിസ്ത്യൻ റൊമേറോയുടെ നേരേക്ക് തിരിച്ചിട്ട് എമിലിയാനോ മാർട്ടിനസ് പറയുകയാണ്, ആ ഒരു പെപ് ടോക്കിൻ്റെ തുടർച്ചയാണ്. അപ്പം ക്യൂട്ടി റൊമേറോയുടെ നേരെ തിരിച്ചിട്ട് എമിലിയാനോ മാർട്ടിനസ് പറയുന്നു, ഇപ്പം 2:1 എന്ന രൂപത്തിലേക്കൊക്കെ കാര്യങ്ങൾ വരാം. നീ വൈഡിലേക്ക് പോവുകയാണെങ്കിൽ ലാമിനും ഞാനും അപ്പോൾ അങ്ങനെ വരും. അപ്പോൾ ഒരു പ്രഷർ അവിടെ ഉണ്ടാവും, നിൻ്റെ നേരെ ഒരു പ്രഷർ വരും. സോ ത്രൂ ബോളുകൾ, ഇൻസൈഡിലേക്ക് വരുന്ന ത്രൂ ബോളുകൾ നീ ശ്രദ്ധിക്കണം. അതായത് കൃത്യമായിട്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു നിന്നെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റൂ. ഇഫ് ഇറ്റ് ഈസ് സോ യു ക്യാൻ ടേൺ സംവെയർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. നീ മറ്റെവിടേക്കെങ്കിലുമൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പണിപാളും, അതിലൂടെ ത്രൂ ബോളുകൾ വരും എന്നുള്ളത് ക്യൂട്ടി റൊമേറോയോട് ശ്രദ്ധിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് എമിലിയാനോ മാർട്ടിനസ് പറയുകയാണ്. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും തൊട്ടടുത്ത് തന്നെ ലിച്ചയുണ്ട്, ലിസാൻഡ്രോ മാർട്ടിനസ് ഉണ്ട്. അപ്പോൾ ലിസാൻഡ്രോ മാർട്ടിനസ് അപ്പോൾ ദിബുവിനെ നേരെ തിരിഞ്ഞിട്ട് പറയുകയാണ്, ദിബു നീ കെയർഫുൾ ആയിരിക്കണം, അവർ ഇൻസൈഡിലേക്ക് കട്ടിങ് ചെയ്ത് വരാൻ സാധ്യതയുണ്ട്, നീ കെയർഫുൾ ആയിരിക്കണം, അവരെല്ലായ്പ്പോഴും അതുവഴി കടക്കാനുള്ളൊരു ശ്രമം നടത്താറുണ്ട്, റൈറ്റ് എന്ന് കളിയെക്കുറിച്ച് അങ്ങോട്ട് പറയുകയാണ്. വീണ്ടും ലിസാൻഡ്രോ മാർട്ടിനസ് അങ്ങോട്ട് പറയുകയാണ്. എന്നാൽ ലിച്ച ടാഗ്ലിയാഫിക്കോട് ഒന്ന് വിസ്പെയർ ചെയ്യുന്നുണ്ട്, എന്ന് പറഞ്ഞാൽ ഒന്ന് പതിയെ പറയുന്നുണ്ട്, വളരെ പതിയെ പറയുന്നുണ്ട്. എന്താ പറയുന്നത്, കമോൺ നിക്കോ, നിന്നെക്കൊണ്ട് പറ്റും, നീ അവനെ യമാലിനെ പൂട്ടണം, നീ അവനെ ത്രൂ ഔട്ട് ദി ഗെയിം, ഹോൾ ഗെയിം പൂട്ടാൻ വേണ്ടി പോവുകയാണ്. കമോൺ ദിബു, സ്റ്റേ സ്ട്രോങ്, നമുക്ക് മറ്റെല്ലാം മറന്നിട്ട് ഇതിൽ ശ്രദ്ധിക്കാം, ഗ്രാബ് എവറി ബോൾ, ഓക്കെ എന്നാണ് ലിച്ച എമിലിയാനോ മാർട്ടിനസോട് പറയുന്നത്. ആ ഒരു പോയിന്റിൽ മെസ്സി
മുന്നോട്ടേക്ക് പുഷ് ചെയ്യുന്നുണ്ട്. ദെൻ ഒന്നുകൂടി അദ്ദേഹം തിരിഞ്ഞിട്ട്, അതായത് മെസ്സി മുന്നോട്ടങ്ങ് നടക്കുകയാണ്, എല്ലാവരോടും ഒന്നുകൂടി തിരിഞ്ഞിട്ട് സെൻറ്റർ ബാക്കുമാരെ അദ്ദേഹം എൻകറേജ് ചെയ്യുന്നുണ്ട്. വെൻ ദേ കം ത്രൂ ടെൽ എൻസോ ഫെർണാണ്ടസിനോടും മറ്റുമൊക്കെ മുന്നോട്ടേക്ക് കയറരുത് എന്ന് പ്രത്യേകം പറയണം. നോട്ട് ടു പുഷ് ഫോർവേഡ്, അവരിങ്ങോട്ട് ആക്രമിച്ച് കയറുമ്പോൾ അധികം വല്ലാതെ മുന്നോട്ടേക്ക് കയറരുതെന്ന് പറയണം എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പം ഫൈനലി ക്യൂട്ടി ദിബുവിൻ്റെ അടുത്തേക്ക് എന്നിട്ട് പറയുന്നു, ടുഡേ ഈസ് യുവർ മൊമെൻറ്റ്, ഓക്കെ, ഇന്ന് നിൻ്റെ ദിവസമാണ്, ഓക്കെ എന്ന് പറയാണ്. അത് ടുഡേ ഈസ് മൈ ഡേ, ടുഡേ വിൽ ഗോ ഡൗൺ ഇൻ ഹിസ്റ്ററി എന്ന് എമി മാർട്ടിനസ് ആ ഒരു കോൺഫിഡൻസോട് കൂടി പറയുന്നുണ്ട്. ഇത് സാധാരണഗതിയിൽ കളിക്കാൻ ഇറങ്ങുമ്പോൾ സ്വയം ഒരു ആവേശം കൊടുക്കാൻ വേണ്ടിയിട്ട് താരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന കാര്യങ്ങളല്ലാതെ അതിനപ്പുറത്തേക്ക് ഇതിൽ വല്ലതുമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ലയണൽ സ്കലോനിയോട് അദ്ദേഹം കളിയെല്ലാം കഴിഞ്ഞ് സ്വന്തം നാട്ടിലെത്തിയ സമയത്ത് മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ കുറേ സംസാരങ്ങളെക്കുറിച്ചൊക്കെ വാർത്തകൾ വരുന്നുണ്ടല്ലോ, എന്താ പറയുന്നത്? അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ സോഷ്യൽ മീഡിയ നോക്കാറില്ല, എനിക്കറിയില്ല നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നുള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഒരു കോൺട്രവേഴ്സിയും ഒരു സസ്പീഷ്യൻ്റെ കാര്യമൊന്നുമില്ല എന്ന് തന്നെ വളരെ കൃത്യമായിട്ട് സ്കലോനിയും പറയുന്നുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ മറ്റ് തെളിവുകൾ വരണം, അല്ലാതെ നമ്മളിങ്ങനെ വെറുതെ കോൺട്രവേഴ്സികൾ പറിച്ചു വിടുന്നതിൽ ഒരു അർത്ഥമില്ല. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എഴുതാം.